ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു കുക്കിംഗ് വീഡിയോ അല്ല. അപ്പോൾ ഈ ഒരു ഇന്ന് റെസിപ്പിയാണെന്ന് ചോദിച്ചാൽ അതുമല്ല. ഞാനൊരു കാര്യം കാണിക്കാനായിട്ട് നിങ്ങളെ ഇത് പരിചയപ്പെടുത്തുന്നത്. ഇത് നിങ്ങൾക്ക് കണ്ടിട്ട് ഇത് എന്തെങ്കിലും മനസ്സിലായോ ഇതെന്താണെന്നുള്ളത്? അപ്പോൾ ഇത് ആദ്യം നിങ്ങൾക്ക് കാണുമ്പോൾ വിചാരിക്കും അമ്മിക്കല്ലിൻ്റെ ആ ഒരു അമ്മിക്കുഴവിയാണെന്ന്. പക്ഷേ അല്ല. ഇതെന്ന് പറയുമ്പോൾ നമ്മുടെ പച്ചക്കറികളിൽ നമ്മളെപ്പോഴും കാണുന്ന നീളൻ ചുരയ്ക്ക. കണ്ടോ? ഇതെന്ന് പറയുമ്പോൾ ഒരു വൃക്ഷത്തിൻ്റെ മുകളിൽ, അതായത് ഒരു ആര്യവേപ്പിൻ്റെ മുകളിലേക്ക് അങ്ങ് പടർന്ന് കയറി നമുക്ക് പറിച്ചെടുക്കാൻ പറ്റാത്ത സാഹചര്യത്തിൽ അതവിടെ കിടന്ന് വിളഞ്ഞ് ഉണങ്ങി അങ്ങ് അപ്പൂപ്പൻ താടി പോലെ യാതൊരു ഭാരവും ഇല്ലത് കേട്ടോ. പക്ഷേ എന്നാൽ ഇത് നിറച്ചും വിത്ത, ചുരക്കയുടെ വിത്ത. ഇതിപ്പോൾ ഞാനിപ്പോൾ ഇവിടെ കുറച്ച് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്, ഞാൻ കാണിക്കാം. കണ്ടോ? അപ്പോൾ ഇതിനകത്തൊരു 500-1000 വിത്തുകളുണ്ട്, ചുരക്കയുടെ വിത്തുകൾ. കണ്ടോ? മത്തൻ ചുരക്ക എന്നൊക്കെ കേട്ടിട്ടില്ല, ആ ചുരക്ക വിത്ത. ഇത് നല്ല ഒന്നാന്തരം വിത്ത. അപ്പോൾ ഈ ഒരു ചുരക്ക എന്ന് പറയുമ്പോൾ ഇതിൻ്റെ ഈ ഒരു തോട് പണ്ട് കാലത്തെ മനുഷ്യർ പ്ലാസ്റ്റിക് പാത്രങ്ങളും അല്ലെങ്കിൽ ഇപ്പോഴത്തെ പുതിയ ടൈപ്പ് പാത്രങ്ങളൊന്നും ഇല്ലാത്ത സമയത്ത് ഇതുപോലെ ഒരു ചെറിയ ഹോൾ ഉണ്ടാക്കി ഇതിനകത്ത് ഈ വിത്തുകൾ സൂക്ഷിച്ചിരുന്നു. ഇതിൻ്റെ ആയാലും പയറിൻ്റെ ഒക്കെ വിത്തുകൾ സൂക്ഷിച്ചിരിക്കാനായിട്ടുള്ള ഒരു പാത്രമായിട്ട് ഇത് ഉപയോഗിച്ചിരുന്നു. ഇത് നല്ല കട്ടിയാണ്, നല്ല കട്ടിത്തോടാണ്. അതുപോലെ പണ്ടൊക്കെ ഇപ്പോഴത്തെ ടൂത്ത് പേസ്റ്റൊന്നും ഇല്ലാത്ത സമയത്ത് ഉമിക്കരി സൂക്ഷിച്ച് ഇത് കെട്ടിത്തൂക്കിയിടുമായിരുന്നു, അതിനും ഇത് ഉപയോഗിച്ചിരുന്നു. അപ്പോൾ നിങ്ങൾ ഇതറിയാത്തവർ, ഇപ്പോഴത്തെ പിള്ളേരൊക്കെ പിള്ളേരും കൊച്ചുകുട്ടികൾക്കൊക്കെ ഇത് അറിയാത്തവരുണ്ടെങ്കിൽ ഇതൊന്ന് കണ്ട് മനസ്സിലാക്കിക്കോട്ടെ എന്ന് വിചാരിച്ചാൽ ഇത് കാണിച്ചത്. ഇതിപ്പം നീളം ചുരയ്ക്കാൻ ഇതിൻ്റെ ഒരു കുറച്ച് പകുതിയുള്ള നല്ല കുറച്ചുകൂടെ വണ്ണമായിട്ടുള്ള ചുരക്കയുണ്ട്. അതിലും നമ്മൾ ഇതുപോലെ ഉണക്കി ഈ ഉമിക്കിരിയൊക്കെ പണ്ട് കാലത്ത് സൂക്ഷിച്ചിരുന്നതായിട്ട് നമ്മുടെ അപ്പനപ്പൂപ്പന്മാരൊക്കെ പറഞ്ഞ് കേട്ടിട്ടുണ്ട്. ഇതെനിക്കും ഇതിങ്ങനെ കെട്ടി തൂക്കിയൊന്ന് സൂക്ഷിച്ചിടണമെന്നുണ്ട്. കണ്ടോ? ഇതൊരു ഭാരവും ഇല്ല ഇതിന് കേട്ടോ. അപ്പോൾ രസകരമായിട്ടുള്ള ഇന്നത്തെ ഈ വീഡിയോ ഇത്രയേ ഉള്ളൂ. അടുത്ത വീഡിയോയിൽ ഒരു റെസിപ്പി ആയിട്ട് വരാം. അപ്പോൾ ഓക്കേ.